ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിയിങ്ങിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പതിവ് പോലെ മിസ്റ്റേക്കുകൾ തുടരുകയാണ്. ഈ സീസണിലും ഒരുപാട് തവണ റഫറിമാരുടെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായ പിഴവുകൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വാർ കൊണ്ടുവരണം എന്ന ആവശ്യം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വിദേശ റഫറിമാരെ നിയമിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാകണമെന്ന് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ സീസണിൽ നിരവധി റെഡ് കാർഡുകളാണ് ഇപ്പോൾ പിറന്നിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഏകദേശം 30ഓളം റെഡ് കാർഡുകൾ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പിറന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ വഴങ്ങേണ്ടി വന്ന ക്ലബ്ബ് അത് ഈസ്റ്റ് ബംഗാളാണ്. 7 തവണയാണ് അവരുടെ താരങ്ങൾക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം ഒരു റെഡ് കാർഡ് പോലും ലഭിക്കാത്ത ക്ലബ്ബ് അത് മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻ ബഗാൻ SG ആണ്. ഏതായാലും നമുക്ക് ആ ഒരു കണക്കുകൾ പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ 7 റെഡ് കാർഡുകൾ. അതുപോലെ തന്നെ പഞ്ചാബ് FC, ഹൈദരാബാദ് FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ചെന്നൈയിൻ FC, ഒഡീഷ FC ഇവർക്ക് 3 വീതം റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. FC ഗോവക്ക് 2 റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് 2 റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യം കോമെ പെപ്രക്കാണ് റെഡ് കാർഡ് ലഭിച്ചത്. പിന്നീട് മിലോസ് ഡ്രൻസിച്ച് ഈ ഒരു റെഡ് കാർഡ് വഴങ്ങുന്നത് നമ്മൾ കണ്ടു. ഐബനും റെഡ് കിട്ടിയിരുന്നു, പക്ഷേ പിന്നീട് അത് യെല്ലോ കാർഡായി മാറി. അതിനുശേഷം ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി FC, ബംഗളൂരു FC, മുഹമ്മദൻ SC എന്നിവർ ഓരോ വീതം റെഡ് കാർഡുകളാണ് വഴങ്ങിയിട്ടുള്ളത്. മോഹൻ ബഗാന് റെഡ് കാർഡുകൾ ഒന്നും വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ ഇന്ത്യൻ റഫറിമാർ റെഡ് കാർഡുകൾ യഥേഷ്ടം വാരി വിതറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.